നിയമസഭയിൽ ഇത്തവണ ബി.ജെ.പിയുടെ പ്രതിനിധി ഉണ്ടാകുമെന്ന് കഴക്കൂട്ടം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ. ശബരിമല വിഷയം മണ്ഡലത്തിൽ ചർച്ചയാകും. സംസ്ഥാനത്ത് ഒരിടത്തും ബി.ജെ.പിക്ക് ആരുമായും ഡീലില്ലെന്നും വി മുരളീധരൻ 24 പറഞ്ഞു. റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴക്കൂട്ടത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനത്തിലാണ് വോട്ട് തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടം പെരുവൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണുള്ളത്. മുരളിയേട്ട, എന്തായാലും വിജയാശംസകൾ നേരുകയാണ്. ആദ്യമേ, കഴിഞ്ഞ 2016-ലും 2021-ലും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട കഴക്കൂട്ടം ഇത്തവണ എങ്ങനെയാണ്? ഈ തവണ ഏതായാലും വളരെ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ തവണ ഈ മണ്ഡലം കേരളത്തിലെ മറ്റ് നിരവധി മണ്ഡലങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കും. ഈ ഡീൽ ആരോപിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം CPM-ഉം BJP-യും കഴക്കൂട്ടത്ത് ഡീലുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. BJP-യും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടെന്ന് CPM-ഉം ആരോപിക്കുന്നു. അങ്ങനെ ഒരു മണ്ഡലം കൂടിയാണ്. അതിനർത്ഥം ഞങ്ങൾ 3 പേരും കടുത്ത പോരാട്ടത്തിലാണെന്നാണ്. അതവർക്ക് പറയാനുള്ളൊരു മടി കൊണ്ടാണ് അവരിങ്ങനെയുള്ളതൊക്കെ പറയുന്നത്. ഈ നാട്ടുകാരുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഫീലിംഗ്? എങ്ങനെയാണ്? നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ, എല്ലാ അമ്മമാരും സഹോദരിമാരും വളരെ അനുകൂലമായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ്. ഭക്തന്മാരുടെ സ്വത്ത് ആരെങ്കിലും കൊള്ളയടിക്കുന്നതും അതിനെ എതിർക്കുന്ന ആളാണ് ഞങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ശബരിമല വിഷയം കഴക്കൂട്ടത്ത് ചർച്ച ചെയ്യും. അല്ല, ശബരിമലയാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഭക്തരുടെ സ്വത്ത് ഭക്തർ നൽകുന്നതാണല്ലോ, ദേവസ്വത്തിൻ്റെ സ്വത്തൊക്കെ. ആ സ്വത്ത് കൊള്ളയടിക്കുന്ന ആളുകളോടുള്ള അമർഷം ജനങ്ങളുടെ മനസ്സിലുണ്ട്. എതിർ സ്ഥാനാർത്ഥികൾ അത്ര ദുർബലരല്ല. കാര്യം കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം മുൻ MLA കൂടിയായിട്ടുള്ള ശരത്ചന്ദ്ര പ്രസാദ്. എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥികളെ കാണുന്നത്? ഞാൻ എല്ലായ്പ്പോഴും നല്ല ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഈ എതിർ സ്ഥാനാർത്ഥികൾ ദുർബലരാവുന്നത് നമുക്ക് ബോറടിക്കൂലേ? അപ്പോൾ അതുകൊണ്ട് എതിരാളികൾ ശക്തരാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക. മണ്ഡലത്തിൽ എത്ര വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? വളരെ കംഫർട്ടബിളായിട്ടുള്ള ഭൂരിപക്ഷം. BJP സംസ്ഥാനത്ത് എത്ര സീറ്റ് നേടും? പ്രഡിക്റ്റ് ചെയ്യാമോ? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇല്ലാത്തൊരു ഭരണം ഇനി കേരളത്തിൽ സാധ്യമല്ല എന്നുള്ള സ്ഥിതി ഉണ്ടാവും. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വി മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.